ഇറാന്റെ നിയമാനുസൃതമായ ആണവ അവകാശങ്ങൾ നിഷേധിക്കാൻ ഒരു രാജ്യത്തിനും അധികാരമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ. എല്ലാ ജനതകൾക്കിടയിലും തുല്യതയോടെ പരിഗണിക്കപ്പെടണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ അന്തസ്സോടെ അവസാനിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിലാണ് ഇറാന്റെ നയങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഇതുവരെ യുദ്ധങ്ങൾ ആരംഭിച്ചിട്ടില്ല. മറ്റൊരു രാജ്യത്തെയും ആക്രമിക്കാൻ തങ്ങൾക്ക് ഉദ്ദേശവുമില്ല. നിലവിൽ ഇറാൻ ചെയ്യുന്നത് സ്വയം പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ നിയമപരമായ അവകാശം വിനിയോഗിക്കുക മാത്രമാണെന്നും മസൂദ് പെഷഷ്കിയാൻ പറഞ്ഞു. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു. ഏത് കുറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാന്റെ അവകാശങ്ങൾ തടയുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു രാജ്യത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ഡൊണാൾഡ് ട്രംപിന് എന്ത് അധികാരമാണുള്ളതെന്നും ചോദിച്ചു. അമേരിക്ക ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കാരണം അവരുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ ഇറാൻ തയ്യാറല്ല എന്ന് ഇറാനിയൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സയ്യിദ് ഖത്തീബ്സാദെ വ്യക്തമാക്കിയിരുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറില്ല എന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഏകപക്ഷീയമായ ഉപരോധങ്ങളെ സാമ്പത്തിക തീവ്രവാദം എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ഈ ഉപരോധങ്ങൾ ഇറാനിലെ രാഷ്ട്രീയ ഘടനയ്ക്കെതിരെ ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും ഇറാൻ ആരോപിക്കുന്നുമുണ്ട്. തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അതേസമയം അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികളെ ശക്തമായി നേരിടുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഹി രംഗത്ത് വന്നു. ഇനി നേരിയ തെറ്റുപോലും അമേരിക്കയുടെയോ മറ്റ് ശത്രുരാജ്യങ്ങളുടെയോ ഭാഗത്തു നിന്നുണ്ടായാൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് മുഹമ്മദ് ബാഗർ ഗാലിബാഹ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയ്ക്ക് കൂടുതൽ പണവും വിഭവങ്ങളും അനുഭവ സമ്പത്തും ഉണ്ടെന്ന് സമ്മതിക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ തന്ത്രപരമായ ആസൂത്രണത്തിലൂടെ ശത്രുക്കളെ പ്രതിരോധിക്കാൻ പ്രാപ്തരാണെന്ന് ഗാലിബാഹ് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഏകദേശം 180 ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇറാന് സാധിച്ചതായും ഒരു F-35 വിമാനത്തിന് സമീപം മിസൈൽ സ്ഫോടനം നടത്താൻ കഴിഞ്ഞത് ഇറാന്റെ സാങ്കേതിക മുന്നേറ്റത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സാങ്കേതികമായും സൈനികമായും ഇറാൻ വലിയ പുരോഗതി കൈവരിച്ചതായും ഡ്രോണുകളെ പ്രതിരോധിക്കാനും നൂതന യുദ്ധവിമാനങ്ങളെ നേരിടാനുമുള്ള കഴിവിൽ രാജ്യം മുന്നിലാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കയുടെ അമേരിക്ക ഫസ്റ്റ് നയം വെറും വാക്കിലാണെന്നും പ്രായോഗികമായി അവർ ഇസ്രയേലിനാണ് മുൻഗണന നൽകുന്നതെന്നും ഗാലിബാഹ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇസ്രയേലിൽ നിന്നുള്ള തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ വെടിനിർത്തൽ ഇറാൻ അംഗീകരിച്ചത് സ്വന്തം വ്യവസ്ഥകൾ അംഗീകരിക്കപ്പെട്ടതിനാലാണെന്നും സൈനികമായി തങ്ങൾ വിജയിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും മറ്റു തന്ത്രങ്ങളിലൂടെയും ഇറാനെ തകർക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടുവെന്നും ഗാലിബാഹ് വ്യക്തമാക്കി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണ് വെടിനിർത്തലിന് തയ്യാറായതെന്ന് ഗാലിബാഹ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംഘർഷത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നേടിയില്ല എന്നും ഗാലിബാഹ് കൂട്ടിച്ചേർക്കുന്നു. ഇറാന്റെ വ്യോമസേനയെ ഇല്ലാതാക്കാനോ നാവികസേനയെ നശിപ്പിക്കാനോ മിസൈൽ ശേഷി ദുർബലപ്പെടുത്താനോ ഹോർമുസ് കടലിടുക്ക് തുറക്കാനോ ശത്രുവിന് കഴിഞ്ഞില്ലെന്നും ഇത് പരാജയമാണെന്നും അമേരിക്കയെയും ഇസ്രയേലിനെയും ലക്ഷ്യം വെച്ച് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. അതേസമയം ഇറാനെ ആക്രമിച്ചിരുന്നില്ല എങ്കിൽ അവർ ഇതിനകം ആണവായുധങ്ങൾ വികസിപ്പിക്കുമായിരുന്നുവെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചാൽ അത് ജൂത ജനതയുടെ ഒടുക്കത്തിന്റെ തുടക്കമാകുമായിരിക്കുമെന്നും നെതന്യാഹു പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംഘർഷ സാഹചര്യം കനക്കുകയാണ്. ഇറാനും US തമ്മിൽ നേരത്തെ നിശ്ചയിച്ച രണ്ടാംവട്ട സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. അതേസമയം ശനിയാഴ്ച ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ ഗൺബോട്ടുകൾ വെടിയുതിർത്തിരുന്നു. ആർക്കും പരിക്കേൽക്കുകയോ കപ്പലുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തില്ല. ഇതേ തുടർന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി രാജ്യത്തിന്റെ ആശങ്ക അറിയിച്ചിരുന്നു. ഇത്തരം പ്രവർത്തികൾ ആവർത്തിച്ചാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.